ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ അല്ല, മറിച്ച് പല കുട്ടികളും പലപ്പോഴായി ചോദിച്ചിട്ടുള്ളൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്കറിയാം, CBSE പലപ്പോഴും സോഷ്യൽ സയൻസിൽ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും കുറച്ച് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ചില ന്യൂസോ കണ്ടിട്ടുണ്ടായിരിക്കും, ഇത്തവണ ആപ്ലിക്കേഷനിലെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറച്ച് കൂടുതലാണെന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ ആ ടൈം ടേബിളിൻ്റെ നമ്മുടെ ആ ഡേറ്റ് ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത്ര ഫേക്കായിട്ട് എടുക്കാൻ പറ്റുന്ന ന്യൂസ് അല്ല. അതിൽ ചില ഫാക്റ്റുകളുണ്ട്. കാരണം എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും CBSE കുറച്ചൊക്കെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റിനെ പല രീതിയിൽ പറയാറുണ്ട്. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയാറുണ്ട്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ലാംഗ്വേജ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ HOT ക്വസ്റ്റ്യൻ. സോ വാട്ട് ഇറ്റ് മേ ബി, എന്നിരുന്നാലും സംഗതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ CBSE ചോദിക്കുന്ന ക്വസ്റ്റ്യനേക്കാൾ കുറച്ചുകൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ട്രിക്കി ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ, അതാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കുള്ളൊരു ഡൗട്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ചൊരു പേടിയായിരിക്കും, എങ്ങനെയാണ് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചില ടിപ്സും ചില കാര്യങ്ങളൊക്കെയാണ്. ഇതിന് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇൻ SS സോഷ്യൽ സയൻസിൽ ഏത് രീതിയിലാണ് ഇത്തരം ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളൊരു ക്ലിയർ പിക്ചർ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ഈ ഒരു സെഷൻ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ആഡ് ചെയ്ത്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ആഡ് ചെയ്ത് ഒരു ലൈവായിട്ട് സെഷൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പിന്നീട് അറിഞ്ഞത് നമുക്ക് ഒരു ലിമിറ്റ് 1K സബ്സ്ക്രൈബേഴ്സ് ഇല്ലാതെ അത്ര ലൈവ് സെഷൻ പോസിബിൾ അല്ലാന്ന് തോന്നുന്നു. സോ അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു 1K സബ്സ്ക്രൈബ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെഷൻസൊക്കെ ലൈവായിട്ട് വെക്കാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടോ ക്ലിയർ ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ആപ്ലിക്കേഷൻ ക്വസ്റ്റിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ, ഇത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം 3 രീതിയിലാണ് ഈ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. 3 രീതിയിൽ. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, ഒരു കുറച്ച് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതായത് പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ആൻസർ കീ ഇല്ലാത്ത, എന്നാൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഒപ്പീനിയൻ രേഖപ്പെടുത്താവുന്ന ചില ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം, അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി, ഇത് ജനറൽ ക്വസ്റ്റ്യൻ ആണോ എന്നെങ്ങനെ മനസ്സിലാക്കാം. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ എവിടെ ചില വാക്കുകൾ ഉണ്ടായിരിക്കും, അതായത് നിങ്ങളുടെ ഒപ്പീനിയൻ സജസ്റ്റ് ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സജസ്റ്റ് എനി 2 ways in which resources can be used judiciously. അത് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. നമ്മൾ പഠിച്ചതാണ്. ഡെവലപ്മെൻറ്റ് അറ്റ് പ്രസൻറ്റ് വിത്തൗട്ട് ഹാർമിങ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് ആൾസോ കീപ്പിംഗ് ഫോർ ദീസ് ഫ്യൂച്ചർ ജനറേഷൻ ഈസ് ടേംഡ് ആസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി സെക്കൻഡ് പാർട്ട് നോക്കുകയാണെങ്കിൽ, ഇവിടെ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻ അനുസരിച്ച് 2 മെത്തേഡ് അല്ലെങ്കിൽ വേ സജസ്റ്റ് ചെയ്യാനാണ്. അതായത് എങ്ങനെ നമുക്ക് റിസോഴ്സ് കൺസേർവ് ചെയ്യാം ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള നിങ്ങളുടെ സജഷനാണ് ചോദിച്ചിട്ടുള്ളത് അവിടെ. അപ്പോൾ ഈ നിങ്ങളുടെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ആളുടെ കയ്യിൽ പോലും, അല്ലെങ്കിൽ CBSE കയ്യിൽ പോലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ കീ ഇതിനുണ്ടാവില്ല. അതിന് പകരം അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുക അത്ര മാത്രമേ ഉള്ളൂ, എനി റെലവൻറ്റ് പോയിൻറ്റ്സ്. പക്ഷെ അത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാമെന്നല്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ചോദ്യത്തിന് പകരം നിങ്ങൾ ഉത്തരം എഴുതാണ് നെപ്പോളിയൻ്റെ ചില റിഫോംസ്, കോഡ് ഓഫ് നെപ്പോളിയൻ. അതൊരിക്കലും ഇവിടെ ആപ്റ്റായാലും നിങ്ങൾക്കറിയാം. അപ്പോൾ എന്തും എഴുതാമെന്നുള്ളതല്ല, പക്ഷെ കുറച്ചൊക്കെ ആ ഒരു ആൻസറുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. സോ പറഞ്ഞു വന്നത്, അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ചോദിച്ചുകൊണ്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പലരും വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇത് അറിയാത്ത ക്വസ്റ്റ്യൻ ആണല്ലോ, ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ഒക്കെ ആണല്ലോ, അതിന് വിചാരിച്ച് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. സ്കിപ്പ് ചെയ്യരുതെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞു 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട്. ഇത് ഏത് വന്നാലും ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് അറിയുക എന്നുള്ളത് തന്നെയാണ്. അതാണ് ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ വരുന്നത്, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, മറിച്ച് കുറച്ച് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിലും, കുറച്ച് ട്വിസ്റ്റഡ് ലാംഗ്വേജ് ആണെങ്കിലും, അവിടെ നിങ്ങൾക്ക് ചില ക്ലൂസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ കണക്ട് ചെയ്യേണ്ടത്, ഇത് ഏത് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആദ്യം കണ്ടുപിടിക്കണം. ഇതൊന്നും ഒരുപാട് ടൈം നിങ്ങൾക്ക് ഉണ്ടാവില്ല, പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നിരുന്നാലും ഏത് ചാപ്റ്റർ എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം ആ ക്വസ്റ്റ്യനെ തന്നെ നിങ്ങളെ ആൻസറിലേക്ക് എത്തിക്കുന്ന ചില ക്ലൂസ് ഉണ്ടായിരിക്കും, അത് കണ്ടെത്തുക. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ, ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
സോ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ഒരു സജഷൻ കൊടുത്തിട്ടുണ്ട്, സ്വിച്ചിങ് ഓഫ് ദ ലൈറ്റ്സ് ആൻഡ് ഫാൻസ് വെൻ നോട്ട് ഇൻ യൂസ്. അതുപോലെ നിങ്ങൾക്ക് എന്ത് പോയിന്റ് അവിടെ എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വൈ ഈസ് NREGA ഓൾസോ കോൾഡ് ദ റൈറ്റ് ടു വർക്ക്? അപ്പോൾ നിങ്ങൾ പഠിച്ചതാണ് NREGA എന്ന ടോപ്പിക്, നിങ്ങൾ പഠിച്ചതാണ്, ഒരു പുതിയ ടോപ്പിക് അല്ല. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, നിങ്ങളൊരു ചാപ്റ്ററിൽ ഇവിടെ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഈ ചാപ്റ്റർ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻ തോന്നുന്നു. നമുക്കറിയാം എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി, ആ ചാപ്റ്ററിലായിരുന്നു നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. NREGA കാര്യം, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആയിട്ടെന്ന് പറയുന്ന ഈ ടോപ്പിക് നമ്മൾ അവിടെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടി ആലോചിക്കാം, നമ്മൾ ഏത് ടോപ്പിക്കിൻ്റെ അണ്ടറിലായിരുന്നു നമ്മൾ ഈ പോയിന്റ് ഡിസ്കസ് ചെയ്തത്? നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഹൗ ടു ക്രിയേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഇൻ റൂറൽ ഏരിയാസ്. ആ ഒരു ടോപ്പിക്കിൻ്റെ താഴെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ചാപ്റ്റർ ഐഡൻറ്റിഫൈ ചെയ്തു, സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമിയാണ് ചാപ്റ്റർ. അപ്പോൾ ഈ ടോപ്പിക്ക് വരുന്ന, ഈ ഒരു പോയിന്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ക്രിയേറ്റ് മോർ എംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു കണക്റ്റിംഗ് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് NREGA റൈറ്റ് ടു വർക്ക് എന്ന് വിളിക്കുന്നത്? അപ്പോൾ നിങ്ങൾ അപ്പോൾ കണക്ട് ചെയ്യണം. കാരണം നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് നമുക്ക് റൂറൽ ഏരിയാസിൽ കൂടുതൽ വർക്ക് ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു ടോപ്പിക്കിനെ താഴെയാണ് നമ്മൾ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സിമ്പിളായിട്ട് എന്താ എഴുതേണ്ടുള്ളൂ? നമ്മുടെ NREGA പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ പോയിന്റും നിങ്ങൾക്ക് ഇവിടെ ആപ്റ്റാണ്. കാരണം അതിൻ്റെ ഇയേഴ്സ് ആദ്യം മെൻഷൻ ചെയ്യുക. ഒരു 5 മാർക്കിന് ചോദിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മെയിൻ പോയിന്റ്സ് മാത്രം എഴുതുക. അതായത് ഇത് പ്രകാരം ഇറ്റ് ഓഫർ 100 days ഓഫ് വർക്ക് ടു പീപ്പിൾ. ഇൻ കേസ് ഗവൺമെൻറ് ഫെയിൽ ടു ഗിവ് 100 days ഓഫ് വർക്ക്, വാട്ട് വിൽ ഹാപ്പൻ? സ്റ്റിൽ ഗവൺമെൻറ് അവർക്കൊരു കോമ്പൻസേഷൻ കൊടുക്കണം. അതറിയപ്പെടുന്ന പേരാണ് അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ്. എന്നിട്ട് കൺക്ലൂഡ് ചെയ്യുക. സോ ഈ പോയിൻ്റൊക്കെ കാരണം തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് റൈറ്റ് ടു വർക്കിനാണ്. കാരണം ആളുകൾക്ക് വർക്ക് ചെയ്യാനുള്ള റൈറ്റ് എൻഷുർ ചെയ്യുന്ന ഒരു ആക്ട് തന്നെയാണ് സത്യത്തിൽ NREGA. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ചാപ്റ്റർ ഐഡൻറ്റിഫൈ ചെയ്യുക, ആ ടോപ്പിക് ഒന്നുകൂടെ ആലോചിക്കുക, എന്നിട്ട് അത് കണക്ട് ചെയ്ത് എഴുതുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സജഷൻ ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യനാണ്. അതിന് പ്രത്യേകിച്ച് ക്ലൂ ഒന്നും വേറെ ഉണ്ടാവില്ല. കാരണം അവിടെ നിങ്ങൾക്ക് എന്ത് എഴുതാം, നിങ്ങൾക്ക് എന്ത് എഴുതിയാലും മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യന് തന്നെ ഇൻഡയറക്റ്റ് ആണെങ്കിൽ പോലും ചില ക്ലൂസ് അവിടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ കാറ്റഗറിപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ റൈറ്റ്ലി കോൾഡ് ദ ഗവൺമെൻറ് ഇൻ ഡിസ്ഗൈസ്. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ റെഫറൻസ് ടു ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് ബൈ ഗിവിങ് 5 ആർഗ്യുമെൻറ്റ്സ്. നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ചാപ്റ്റർ ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് ഈസിയായിട്ട് കിട്ടുന്നതായിരിക്കും. ചാപ്റ്ററിൻ്റെ പേര് തന്നെയാണ്, പൊളിറ്റിക്കൽ പാർട്ടീസാണ് ചാപ്റ്ററിൻ്റെ പേരായിട്ട് വരുന്നത്. പിന്നെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ റൈറ്റ്ലി കോൾഡ് ദ ഗവൺമെൻറ് ഇൻ ഡിസ്ഗൈസ്. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത് ആക്ച്വലി ഗവൺമെൻറ് തന്നെയാണ്. ഒരു ഗവൺമെൻറ്റിനെ പോലെ പ്രവർത്തിക്കുന്ന, ഗവൺമെൻറ്റിനെ പോലെ ആക്ട് ചെയ്യുന്ന ഒരു ഏജൻസി തന്നെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇനി ഇവിടെ നിങ്ങൾ എന്താ ആൻസർ എഴുതണം? അപ്പോൾ നിങ്ങൾക്കൊരു ക്ലൂ കിട്ടിക്കഴിഞ്ഞു. ഗവൺമെൻറ്റിനെ പോലെ ആക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഫംഗ്ഷനെ പോലുള്ള ഫംഗ്ഷനാണ് പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ളത്. അപ്പോൾ എഴുതേണ്ട ആൻസർ എന്താണ് ഇവിടെ? ഒന്നുമില്ല, നിങ്ങൾ പഠിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, അതിലെ 5 ഫംഗ്ഷൻ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചാപ്റ്റർ ഐഡൻറ്റിഫൈ ചെയ്യുക, ഏത് ടോപ്പിക്കാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ആൻസർ എഴുതുക. മെയിനായിട്ടുള്ള കാര്യം ഒന്നും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാത്ത വെച്ച് സ്കിപ്പ് ചെയ്ത് പോരുത്. ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യനാണ് ഇതെല്ലാം. ഓക്കെ, സോ ഇൻ ഷോർട്ട് ഇതായിരുന്നു സെക്കൻഡ് കാറ്റഗറി. ഫസ്റ്റ് കാറ്റഗറി സജഷൻ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ. സെക്കൻഡ് കാറ്റഗറി ക്വസ്റ്റ്യൻ തന്നെ ചില ക്ലൂ ഉള്ള തരം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇത് വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ക്ലൂ ഒന്നും പലപ്പോഴും കിട്ടില്ല. ഇനി ക്ലൂ ഉണ്ടെങ്കിൽ പോലും അത് അത്ര ഈസി ക്ലൂ ആയിരിക്കില്ല. അത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ജസ്റ്റ് ഓൾറെഡി എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സോഷ്യലി ചോദിക്കുന്ന ഈ ഇൻഡയറക്റ്റ് ക്വസ്റ്റിനെ പറ്റി ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്ലൂ ചിലപ്പോൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ കുറച്ച് ഒരുപാട് തിങ്ക് ചെയ്യേണ്ട ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ. നെയിം ദി ഇമ്പോർട്ടൻറ്റ് ബിവറേജ് ക്രോപ്പ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. എക്സ്പ്ലെയിൻ ദ ജോഗ്രഫിക്കൽ കണ്ടീഷൻ നീഡഡ് ഫോർ ഇറ്റ്സ് കൾട്ടിവേഷൻ. റൈറ്റ് എനി 2 ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്സ് വേർ ഇറ്റ്സ് ഗ്രോൺ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചില ക്ലൂ കിട്ടുന്നുണ്ട്. ചില ക്ലൂസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലൂ മാത്രം വരുന്നുണ്ട്. ഇത് ആദ്യം പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് തന്നെയാണ്. ചാപ്റ്റർ ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങൾക്ക് ഈസിയായിട്ട് കിട്ടുന്നതായിരിക്കും. കാരണം ഇവിടെ ക്രോപ്പിനെ പറ്റിയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് കിട്ടും. അഗ്രികൾച്ചർ ചാപ്റ്ററാണ്. ജോഗ്രഫിയിലെ അഗ്രികൾച്ചർ ചാപ്റ്ററിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണിത്.
ഇവിടെ നിങ്ങളോടൊരു ക്രോപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ക്ലൂ തന്നിട്ടുണ്ട് അതിൽ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ബിവറേജ് ക്രോപ്പാണ്, അതൊരു ക്ലൂ. ഇത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ആ 2 ക്ലൂ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും ആൻസർ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടീ ആണ്. ടീ ആണ് ഇതിൻ്റെ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ അവിടെ അവസാനിക്കുന്നില്ല. എക്സ്പ്ലെയിൻ ദി ജോഗ്രഫിക്കൽ കണ്ടീഷൻ നീഡഡ് ഫോർ ഇസ് കൾട്ടിവേഷൻ, അതുകൂടെ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ക്രോപ്പിൻ്റെ കൾട്ടിവേഷന് വേണ്ട ജോഗ്രഫിക് കണ്ടീഷൻ എന്താണെന്ന് കൂടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങൾ പഠിച്ചാലും ഓർക്കുന്നുണ്ടായിരിക്കും. ടീ ആണ് ആൻസർ. ഇനി ഒരു പാട്ടോടെ വരുന്നുണ്ട്, റൈറ്റ് ഇൻ 2 ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്സ് വേർ ഇറ്റ്സ് ഗ്രോൺ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. ആസാമും അതുപോലെ വെസ്റ്റ് ബംഗാളും ആയിരുന്നു ടീ ഗ്രോ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതാണ് അടുത്ത തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു നിങ്ങൾക്ക് ചെറിയ ക്ലൂ തന്നിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടെ ആലോചിക്കേണ്ട ക്ലൂ ആണ്. പെട്ടെന്ന് തന്നെ ആലോചിച്ചാൽ കിട്ടുന്നതല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായവർക്ക് മാത്രം കിട്ടുന്ന ചില ക്ലൂസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇനി ഏകദേശം ഈ ടൈപ്പ് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ധനഞ്ജയ്, ഒരു നെയിം വെറുതെ കൊടുത്തിരിക്കുകയാണ്, an imaginary name. Dhananjay is a government employee and belongs to a rich household, whereas Raju, second name, is a construction worker and comes from a poor rural house. 2 കാര്യം പറയുന്നുണ്ട്. ധനഞ്ജയ് കമ്പാരിറ്റീവ്ലി റിച്ച് ആണ്, അതുപോലെ രാജു കമ്പാരിറ്റീവ്ലി പൂർ ആണ്. ബോത്ത് ആർ ഇൻ നീഡ് ആൻഡ് വിഷ് ടേക്ക് എ ലോൺ. 2 പേർക്കും ലോൺ എടുക്കേണ്ട അല്ലെങ്കിൽ ക്രെഡിറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആ ചാപ്റ്ററിൻ്റെ പേര് കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ക്രെഡിറ്റിനെ പറ്റി പഠിച്ച ഒരേ ഒരു ചാപ്റ്റർ സോഷ്യൽ വരുന്നുള്ളൂ, മണി ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇനി ചോദ്യം എന്താണ്? ക്രിയേറ്റ് എ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് എക്സ്പ്ലെയിനിങ് ഹൂ ബിറ്റ്വീൻ ദ 2 വുഡ് സക്സസ്ഫുള്ളി ബി ഏബിൾ ടു അറേഞ്ച് മണി ഫ്രം എ ഫോമൽ സോഴ്സ്. വൈ? ഈ 2 പേർക്കും ലോൺ വേണം. ചോദ്യം ഇതാണ്, ഫോമൽ സോഴ്സിൽ നിന്ന് ആർക്കായിരിക്കും എളുപ്പത്തിൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ ലോൺ കിട്ടുക? അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യേണ്ട പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ക്രെഡിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഫോമൽ സോഴ്സ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കാര്യം നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഫോമൽ സോഴ്സിൽ നിന്ന് ക്രെഡിറ്റ് എടുക്കാൻ അല്ലെങ്കിൽ ലോൺ എടുക്കാൻ വേണ്ട ചില ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒറ്റ ക്രൈറ്റീരിയ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ, അതാണ് കൊളാറ്ററൽ. അവർ കൊളാറ്ററൽ സബ്മിറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് കൊളാറ്ററൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുക? അവരുടെ പ്രോപ്പർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വെഹിക്കിൾസിൻ്റെ ആയിരിക്കാം, ലാൻഡ് എന്തും കൊടുക്കാം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടെ, ഈ രാജു എന്ന് പറയുന്നത് പൂർ മാനാണ്, ധനഞ്ജയ് കമ്പാരിറ്റീവ്ലി റിച്ചുമാണ്, ഒരു ഗവൺമെൻറ് എംപ്ലോയിയുടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് എഴുതാൻ പറ്റും, രാജുവിനേക്കാൾ ധനഞ്ജയനാണ് ഈ ഫോമൽ സെക്ടേഴ്സിന് ലോൺ കിട്ടാൻ ഈസി ആയിട്ടുള്ളത്. പക്ഷേ അവിടെ നിർത്താൻ പാടില്ല, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ക്രിയേറ്റ് എ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്, അത് നിങ്ങൾക്ക് ഈസിയായിട്ട് എഴുതാൻ പറ്റും. കാരണം കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം രാജുവാണ് റിച്ച്. ആദ്യം നിങ്ങൾ കൊളാറ്ററലിൻ്റെ ഡെഫിനിഷൻ എഴുതുക. നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആദ്യം എഴുതുക. എന്നിട്ട് എന്തൊക്കെയാണ് കൊളാറ്ററലായിട്ട് ബാങ്ക് അക്സെപ്റ്റ് ചെയ്യാമെന്ന് എഴുതുക. എന്നിട്ട് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, രാജുവിനെ ഈ പറഞ്ഞ കൊളാറ്ററൽ ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ധനഞ്ജയിനാണ് കൂടുതൽ ലോൺ കിട്ടാൻ അവിടുന്ന് എളുപ്പം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്ര ഇതിലുള്ള ക്വസ്റ്റിനൊക്കെ സാധാരണ ഇൻഡയറക്റ്റ് ക്വസ്റ്റിനായിട്ട് വരാറുള്ളൂ. അത്ര വലിയ ഒരു ഭീകരമായിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാൻ. നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു ലൈവ് സെഷൻ ഒന്നുകൂടി നല്ലത് അതായിരുന്നു. സോ മാക്സിമം ഷെയർ ചെയ്തിട്ട് ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഫീച്ചർ എനേബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കത് ബാക്കി കൂടെ ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അറിയില്ല, 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 3 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 4 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 5 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 4 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഇപ്രാവശ്യം സോഴ്സ് ബേസ്ഡ് ആണ്. അതായത് നിങ്ങൾക്കൊരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് MC ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ അത്ര ക്വസ്റ്റ്യൻ അല്ലാതെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് എഴുതാൻ പറ്റും. സോ മെയിനായിട്ടും 3 മാർക്കിലും 5 മാർക്കിലും എത്ര ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ 1 മാർക്കിലും കുറച്ചൊക്കെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.